സിയാറാൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് യാൻഫെ അവളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും കാറിലിരിക്കുമ്പോൾ സിയാറാമിൻ്റെ എന്തോ ഫയൽ മറന്നു. സിയാറാം എന്തോ ഫയൽ മറന്നിട്ട് തിരിച്ചു പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ യാൻഫെ അതിൻ്റെ കോമ്പൻസേഷനായിട്ട് ഇപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഉമ്മ തന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ആദ്യം സിയാറാം അതിന് മടിക്കുന്നുണ്ടെങ്കിലും പിന്നെ യാൻഫെയ്ക്ക് സിയാറാം കവളത്തൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിയാറാമിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ പാട് യാൻഫെയുടെ കവളത്തിരിക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന സാന് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. സാനെ കണ്ട വഴിക്ക് സിയാറാമൊന്ന് നെട്ടുന്നുണ്ടെങ്കിലും ഇവരെന്താ എവിടെ എന്നുള്ള മട്ടിൽ നോക്കി നിൽക്കുകയാണ്. അപ്പം സാന് എടി ചതിയെത്തി, നീ എൻ്റെ ബ്രദറിനെ ചതിക്കായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ബ്രദറിന് വേണ്ടി സാന് സിയാറാനോട് തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ യാൻഫെ അത് തടയാൻ നോക്കുമ്പോൾ യാൻഫെയിനെ പിടിച്ച് തല്ലാൻ പോകുന്നുണ്ട് സാൻ. യാൻഫെയിനെ തല്ലാൻ പോയാൽ സിയാറാൻ വെറുതെ വിടും. സിയാറാൻ സാനെ തല്ലി നിർത്തിയിട്ട് അവൻ എന്തൊക്കെ ചീത്ത പറഞ്ഞിട്ട് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട, ഇത് കമ്പനിയുടെ സീക്രറ്റാ, അത് നീ അറിയേണ്ട ആവശ്യമില്ല, ഇപ്പം നീ എന്തായാലും അറിഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സിയാറാനെ തല്ലാൻ പോകുന്ന മട്ടിൽ അങ്ങോട്ട് പോകുമ്പോഴാണ് ഡിങ്ടോങ് അവിടേക്ക് വരുന്നത്. ഡിങ്ടോങ് വന്ന് സാനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. സിയാറാമാണെങ്കിൽ വേഗം നീ ഇവനെ എൻ്റെ കൺമുന്നിൽ നിന്ന് കൊണ്ടുക്കോ എന്നുള്ള മട്ടിൽ ദേഷ്യപ്പെട്ടിട്ട് നിൽക്കുകയാണ്. അങ്ങനെ സാനും ഡിങ്ടോങ് അവിടെ നിന്ന് പോയതിന് ശേഷം യാൻഫെ അവർ പോയതും അഭിനയിക്കാൻ തുടങ്ങി. സാനൊന്ന് യാൻഫെയിനെ പിടിച്ച് തള്ളിയായിരുന്നല്ലോ. അപ്പോൾ യാൻഫെ ഷോൾഡറിൽ കൈവച്ചിട്ട് അയ്യോ വയ്യാന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിയാറ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ സിയാറാമിനോട് യാൻഫെ പറയാണ് ഇവിടെ ഇപ്പുറത്തെ കളിയിലല്ലോ ഇപ്പോൾ ഒരു ഉമ്മ തന്നിട്ടുള്ളൂ, ഇപ്പുറത്തെ കൂടിയും തരാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരും അവിടെ നിന്ന് ചിരിക്കുന്നു. അങ്ങനെ ഡിങ്ടോങ് അവളുടെ ഫ്ലാറ്റിലേക്ക് സാനെ കൊണ്ടുപോയിട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞെടുക്കുന്നുണ്ട്. അതായത് ലില്ലിയും സിയാറാമും മാറിയതും ഒക്കെ പറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സാൻ പറയാണ് സംഭവം ലില്ലിയെ എപ്പോഴും എന്നോട് തല്ലുകൂട്ടായിരുന്നു, പക്ഷെ അവളില്ലാതെ ഇപ്പോൾ ഒരു രസമില്ല, കമ്പനിയിൽ അവളുണ്ടെങ്കിൽ ഒരു രസമായിരുന്നു, എനിക്ക് ശരിക്കും അവളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്, എന്തായാലും ഈ ഒരെണ്ണത്തിനേക്കാളും നല്ലതാ അവള് എന്നൊക്കെ പറഞ്ഞ് ലില്ലിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിങ്ടോങ് ഇതാരോടും പറയാൻ പാടില്ല, ഇത് സീക്രറ്റാന്നൊക്കെ പറയുമ്പോൾ സാന് ഉറപ്പായിട്ട് ഞാൻ ഇത് ആരോടും പറയില്ല എന്ന് പറഞ്ഞ് 3 വിരൽ പൊക്കി പ്രോമിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേ ഇപ്പോൾ ചിങ്ങിയാൻ്റെ ബർത്ത്ഡേ ദിവസമാണ് വന്നേക്കുന്നത്. അങ്ങനെ നിങ്ങും ചിങ്ങിയാങ്ങും ലില്ലിയും കൂടി ഒരു റെസ്റ്റോറൻറ്റ് റൂമിൽ അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ ബർത്ത്ഡേ സർപ്രൈസായിട്ട് നിങ്ങൾ വാങ്ങിയ ഗിഫ്റ്റ് ചിങ്ങിയാന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ട് ഓ നിനക്ക് ഗിഫ്റ്റ് ആണെന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിങ്ങിയാനെ ഒന്ന് മയക്കി നിങ്ങൾ ഇഷ്ടപ്പെടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് പാളിപ്പോവാണ്. അപ്പം തന്നെ ലില്ലിയും ചിങ്ങിയാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതൊരു വാളായിരുന്നു. ആ വാള് ചെറുപ്പത്തിൽ ചിങ്ങിയാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് ലില്ലി ഇപ്പോഴും അത് കൊടുക്കുന്നത്. അപ്പോൾ ചിങ്ങിയാനെയും ലില്ലിനെയും ഒറ്റക്കിടാൻ എന്നുള്ള രൂപത്തിലാണെന്ന് തോന്നുന്നു. നിങ്ങൾ അവിടെ നിന്ന് എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ലില്ലിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. കാരണം ലില്ലി നിങ്ങിനെ ചിങ്ങിയാൻ്റെ എല്ലാം സക്സസ് ആക്കാന്നുള്ള മട്ടിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ പോയത്. ചിങ്ങിയാനെന്ന് വെച്ചാൽ അവൾ പോയല്ലോ എന്നുള്ള സമാധാനത്തിൽ ഇനി ലില്ലിനോട് ഒറ്റയ്ക്ക് സംസാരിക്കാമല്ലോ എന്നുള്ള മട്ടിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലില്ലി സൂത്രത്തിൽ ചിങ്ങിയാനോട് നിനക്ക് എന്ത് തരം പെൺകുട്ടീനാണ് ഇഷ്ടം, എങ്ങനെയൊക്കെ ക്യാരക്ടർ ആവണ ഇഷ്ടം എന്നൊക്കെ ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ അവൻ എന്തോ ഒക്കെ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് അവൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ. അപ്പോൾ ലില്ലി അതുപോലത്തെ പെൺകുട്ടീനെ നീ ഇപ്പോൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിങ്ങിയാൻ ഇപ്പം ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ലില്ലിക്ക് ഭയങ്കര സന്തോഷമായി. ലില്ലി ഉന്നിട്ടത് ഇങ്ങനെയായിരുന്നു, പക്ഷെ ചിങ്ങിയാൻ ഉന്നിട്ടത് ലില്ലിനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ചിങ്ങിയാൻ അവൻ്റെ ബർത്ത്ഡേ ആയിട്ട് പോലും ലില്ലിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതൊരു ഫ്ലവർ വൈസ് ആയിരുന്നു. ഒരു ലേഡിയുടെ ഫോട്ടോ ഉള്ള ഒരു ബിംബം, അതിൽ ഫ്ലവേഴ്സും വെക്കായിരുന്നു, ഫ്ലവർ വൈസ് പോലെ. അത് ലില്ലിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോയി അപ്പം തന്നെ ലില്ലി ചിങ്ങിയാൻ തന്ന ആ ഗിഫ്റ്റിൽ ഫ്ലവറൊക്കെ വെച്ച് ഹാളിൽ തന്നെ അവൾക്ക് കാണുന്ന വിധത്തിൽ നല്ല സൂക്ഷ്മമായിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് വേറാണ്ട് ലില്ലിയുടെ അച്ഛനെയും അമ്മേനെയാണ്. അവർ റോട്ടിൽ കൂടെ തല്ലിടിച്ചുകൊണ്ട് വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛന് ഇഷ്ടപ്പെട്ട പച്ചക്കറി മാത്രം വാങ്ങി അമ്മക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിയില്ല എന്ന് പറഞ്ഞ് അമ്മ എന്തോ തല്ലിടിച്ചുകൊണ്ടിരിക്കുക. അമ്മ പറയുന്നത് നിങ്ങൾ എപ്പോഴും സെൽഫിഷാ, എനിക്കിഷ്ടമുള്ള ഒന്നും വാങ്ങില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതേ വാങ്ങുമെന്ന് പറഞ്ഞ് ഇവർ റോട്ടിൽ കൂടി ഇങ്ങനെ തല്ലി പിടിച്ച് വരുമ്പോൾ ഒരു കാറ് വന്ന് അമ്മനെ ഇടിക്കാൻ പോകുമ്പോൾ തന്നെ അച്ഛന് അമ്മനെ കെട്ടിപ്പിടിച്ച് ആ കാറിനെ തടയുന്നുണ്ട്. ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് ചിങ്ങിയാനായിരുന്നു. ചിങ്ങിയാനാണെന്ന് അറിയാതെ അച്ഛനും അമ്മ കുറേ ചീത്ത പറഞ്ഞിരുന്നു. പക്ഷെ ചിങ്ങിയാനാണെന്ന് മനസ്സിലായ ശേഷം അവനെ ഭയങ്കര കെയർ ചെയ്തിട്ട് ഓ മോനായിരുന്നോ, എന്നാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ കുഴിച്ച് പോവാന്ന് പറഞ്ഞ് ചിങ്ങിയാനെ നിർബന്ധിച്ചിട്ട് അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അമ്മ ഭയങ്കര സ്നേഹത്തിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഭയങ്കര വെപ്രാളത്തിൽ മോനെ ഇവിടെ ഇരിക്കുക, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവരാ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ എണീറ്റ് ഒരു റൂമിലേക്ക് പോകുന്നുണ്ട്. അത് ബൈസിയറാമിൻ്റെ എല്ലാ ഫയൽസും വെച്ച റൂമായിരുന്നു. അന്നൊരു ദിവസം ചിങ്ങിയാൻ ഫസ്റ്റ് ടൈം വീട്ടിൽ വന്നില്ലേ, അന്ന് ടേബിളൊക്കെ ആകെ അലങ്കോലായിട്ട് കിടക്കായിരുന്നു. അപ്പം ലില്ലി എൻ്റെ സിസ്റ്റർ ഇവിടെ എപ്പോഴും വൃത്തിയേടാക്കി ഇടുള്ളൂ എന്ന് പറഞ്ഞ് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്.
സിയാറാമിൻ്റെ ഫയൽസൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പോൾ ചിങ്ങിയാൻ ചോദിക്കുന്നുണ്ട്, ഓ ബൈസിയറോ നിൻ്റെ സിസ്റ്റർ ആണല്ലേ, ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഫയൽസ് അല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ ഫയലിൽ ഒരെണ്ണം കണ്ടിട്ടാണ് ഇപ്പോൾ ചിങ്ങിയാൻ ആ റൂമിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ ചിങ്ങിയാൻ്റെ ഉദ്ദേശം വേറെ എന്തോ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. അങ്ങനെ ചിങ്ങിയാൻ വന്ന് കമ്പനിയുടെ ബഡ്ജറ്റ് സീക്രട്ട് എഴുതിയ എന്തോ ഒരു ഫയല് നോക്കുന്നുണ്ട്. അതിലുള്ള പേപ്പേഴ്സൊക്കെ അവൻ്റെ ഫോണിൽ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചിങ്ങിയാൻ നീ എവിടെയെന്ന് ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഇല്ലല്ലോ, നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്ന ടൈമിലാണ് ലിലിക്ക് അവളുടെ അമ്മ വീഡിയോ കോൾ ചെയ്യുന്നത്. അത് ഇപ്പം അമ്മയുടെ കൂടെ ചിങ്ങിയാനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അമ്മ ചിങ്ങിയാനെ കാണിക്കാൻ വേണ്ടി ലിലിക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അമ്മയാണെന്ന് വെച്ചാൽ ചിങ്ങിയാനെ പുകഴ്ത്തി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടിട്ട് ലേക്ക് അത്ര ഇഷ്ടമൊന്നാവുന്നില്ല. അവൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം അവൻ ലിലിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അത്ര നന്നായിട്ടൊന്നല്ലല്ലോ പെരുമാറിയേ, പക്ഷെ ചിങ്ങിയാനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അത് കണ്ടിട്ട് ഒരു ചെറിയ കുശുമ്പ്. ലിലിക്ക് ലേൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ സങ്കടം തോന്നി. കാരണം അമ്മ ഇത്ര നന്നായി ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്നൊക്കെ ലേ ഇപ്പോഴാണ് അറിയണേ. ലാനോട് അങ്ങനെ ഒന്നും സംസാരിക്കാത്തായിരുന്നു ലിലിക്ക് ഒരു സങ്കടം. അമ്മ ലിലിനോട് നീ വേഗം ഇങ്ങോട്ട് ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് ചിങ്ങിയാൻ്റെ കൂടെ കറങ്ങാൻ പൊക്കോ എന്നൊക്കെ പറയുമ്പോൾ ലിലി പറയണം അതൊന്നും വേണ്ട, ചിങ്ങിയാൻ വർക്ക് ഉണ്ടാവില്ലേ, അവൻ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ലിലി വേഗം ഒഴിവാക്കിയിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അമ്മ എന്ന് വെച്ചാൽ വീണ്ടും ചിങ്ങിയാനെ കൊണ്ട് ഫ്രൂട്ട്സ് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പല്ലേ ലിലിനോട് ചോദിക്കേണ്ട അമ്മക്ക് ചിങ്ങിയാനെ ഭയങ്കര ഇഷ്ടമായിന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ കാര്യമൊന്നും പറയണ്ട, അമ്മ എന്തോ മോനെ നോക്കുന്ന പോലെ ചിങ്ങിയാനെ നോക്കുന്നത് ഭയങ്കര ഓവറായെന്നൊക്കെ പറഞ്ഞ് ലാനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ചിങ്ങിയാനൊന്ന് ചെറുതായിട്ടൊക്കെ കുറ്റം പറയുന്നുണ്ട്. അപ്പോഴാണ് ലാ ചോദിക്കുന്നത് നാളെ അവൻ്റെ പാരൻസിനെ കാണാനായിട്ട് ലില്ലിനോട് കൂടെ പോരുമോ, രാത്രി നമുക്ക് ഒന്നിച്ച് ഡിന്നർ കഴിക്കാന്നൊക്കെ പറയുമ്പോൾ ലില്ലി വേഗം അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്നുണ്ട്, എന്തോ ഒരു കള്ളത്തലുള്ള പോലെ. എന്നിട്ട് ലില്ലി പറയാണ് അവൾക്ക് അവളുടെ അമ്മയുടെ കൂടെ എങ്ങോട്ട് പോകാനുണ്ട് നാളെ, നമുക്ക് പിന്നെ ഒരു ദിവസം മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞ് മാറുന്നുണ്ട്. അങ്ങനെ എന്തോ ഉച്ച ടൈമിലാണെന്ന് തോന്നുന്നു നിങ്ങും ലില്ലിയും കൂടി ഏതോ ഒരു റെസ്റ്റോറൻറ്റിൽ മീറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ലില്ലിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ലേ അവൻ്റെ പാരൻസിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ ലില്ലി വേണ്ട ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങ പറഞ്ഞിട്ടായിരുന്നു. നിങ്ങൾ പറഞ്ഞായിരുന്നു നിങ്ങളുടെ ലവ് സക്സസ് ആവാൻ വേണ്ടി ലില്ലിക്കും നിങ്ങിനും ചിങ്ങിയാനും കൂടി ഒരു പിക്നിക്ക് പോവാ എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ പിക്നിക്കിന് പോകേണ്ട കാരണമാണ് ലേനെ ലില്ലി ഒഴിവാക്കിയത്. രാത്രി ടൈമിൽ ലാക്കാരോ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ എന്താണെന്ന് വെച്ചാൽ ചങ്ങിയാൻ എന്ന് പറഞ്ഞാൽ ആരോ ഒരാളാണ് നമ്മളുടെ പ്രൊജക്റ്റൊക്കെ ലീക്ക് ചെയ്യുന്നത്. അത് കാരണമാണ് നമ്മുടെ എല്ലാ പ്രൊജക്റ്റും ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റൊക്കെ ലീക്കാവാൻ റീസൺ ചിങ്ങിയാനാണെന്നും അവനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നത് പേപ്പറിൽ അവൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം പിക്നിക്കിൻ്റെ ഡേ അല്ലേ. ലില്ലി ചിങ്ങിയാനും ഓൾറെഡി എവിടെ ഒക്കെ പോയിട്ട് ഫുഡൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ചിങ്ങിയാൻ ഫുഡ് എടുത്ത് കഴിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ലില്ലി അവനെ തടഞ്ഞിട്ട് പറയാണ് നിങ്ങൾ വന്നിട്ട് കഴിക്കാം, നീ ഒറ്റയ്ക്ക് കഴിക്കല്ലേ എന്ന് പറഞ്ഞ് അവനെ തടഞ്ഞു വെക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങനെ വിളിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് കമ്പനിയിൽ ഇത്തിരി വർക്ക് ഉണ്ട്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയുന്നു. അതായത് നിങ്ങിൻ്റെ പ്ലാൻ തന്നെ ആയിരുന്നു ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലില്ലി ആദ്യം ഒന്ന് വിഷമിച്ചെങ്കിലും പിന്നെ അവൾ ബിസി ആയതുകൊണ്ടല്ലേ എന്ന് വെച്ച് സമാധാനിച്ചിട്ട് ചിങ്ങിയാനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിങ്ങിയാൻ്റെ കണ്ണിലെന്തോ പോകുമ്പോൾ ലില്ലി അതൊക്കെ ഊതി കൊടുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചിങ്ങിയാൻ ലില്ലിനോട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടം കാണിക്കുന്ന പോലെ അവൻ്റെ മുഖത്ത് ഭാവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോഴാണ് ലില്ലിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അത് നിങ്ങിൻ്റെ ആയിരുന്നു. നിങ്ങൾ പറയാണ് അവരുടെ രണ്ടുപേരെയും സന്തോഷിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന് പറയുമ്പോൾ ലില്ലി ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ചിട്ട് രണ്ടുപേരും കൂടിയുള്ള ഫോട്ടോ നിങ്ങിന് അയച്ചു കൊടുക്കുന്നു. നിങ്ങാണെന്ന് വെച്ചാൽ എന്തോ ഒരു കോഫിയൊക്കെ വാങ്ങി ലാൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ഇടയിൽ ലാനോട് പറയാണ് ലില്ലിയും ചിങ്ങിയാനും അവിടെ അടിച്ചു പൊളിക്കുക, ഇപ്പം എപ്പോഴും വർക്കിൽ തന്നെയാണല്ലേ, നമുക്കും ഇങ്ങനെ ഒന്നിച്ച് പിക്നിക്കൊക്കെ പോകണമെന്ന് പറയുമ്പോൾ ലാ അത്ഭുതത്തോടുകൂടി നിങ്ങിനോട് ചോദിക്കുകയാണ് ലില്ലി എവിടെയാണെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയാണ് അവൾ ചിങ്ങിയാൻ്റെ ഒപ്പം പിക്നിക്കിന് പോയേക്കണല്ലേ, അവരെന്തോ ചില്ലായിട്ട് അടിച്ച് പൊളിക്കുക, അവരെന്തോ സന്തോഷമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ലാക്ക് ആ ഫോട്ടോ കാട്ടി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ ലാക്ക് ഭയങ്കര സങ്കടമായിട്ട് അവൻ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ലില്ലി അവളുടെ പിക്നിക്കും ഡീലിംഗ് ഒക്കെ കഴിഞ്ഞ് ലാൻ്റെ വീട്ടിലെത്തുമ്പോൾ ലാ അവിടെ ഉണ്ടാകും. അവൻ നേരത്തെ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടാവും. അത് കണ്ടിട്ട് ലില്ലി ചെന്നിട്ട് നേരത്തെ വന്നല്ലോ എന്താ പെട്ടെന്ന് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ലാ ഭയങ്കര സങ്കടത്തോടുകൂടി ലില്ലിനോട് പറയാണ് നീ ഇത്ര നേരം എവിടെ ആയിരുന്നു ചോദിക്കുമ്പോൾ ലില്ലി എന്തോ തപ്പി പരങ്ങിക്കൊണ്ട് അവൾ അമ്മയോടൊപ്പം എവിടെ ഷോപ്പിംഗ് മാളിൽ എങ്ങാണ്ട് പോയേക്കാന്ന് പറയുമ്പോൾ നീ പറയുന്നതുകൊണ്ട് അത് ഞാൻ എന്തായാലും വിശ്വസിക്കുന്ന പറഞ്ഞാൽ ആ കാര്യം വിടും. ചിങ്ങിയാൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പറയുന്നുണ്ട്. അവനക്ക് ഇൻവെസ്റ്റേഴ്സിന് ആവശ്യമുണ്ട്, അവനക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടുള്ളൂ. ലേനോട് ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ ലില്ലി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലേയും എന്തോ ഒരു
ഐഡിയ മനസ്സിൽ വിചാരിച്ചിട്ട് ലില്ലിനോട് അതിന് സമ്മതിക്കുന്നു. അവൻ ഹെൽപ്പ് ചെയ്യാം, ഇൻവെസ്റ്റേഴ്സിനെ അവൻ കണ്ടെത്തി കൊടുത്തോളാം, നമുക്ക് നാളെ തന്നെ ചിങ്ങിയാനെയും പിന്നെ ഇൻവെസ്റ്റേഴ്സിനെയും മീറ്റ് ചെയ്യാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട ലില്ലിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ലില്ലി കുറേ ഉമ്മൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ലില്ലിയും കൂടി ചിങ്ങിയാനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിങ്ങിയാനോട് ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ കണ്ടെത്തി തരാൻ ഹെൽപ്പ് ചെയ്യാം, നിനക്കിപ്പോൾ ഏതെങ്കിലും ഇൻവെസ്റ്റേഴ്സിനെ കിട്ടിയിട്ടുണ്ടോ, ആരെങ്കിലും ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 2 പേരെ പേര് ചിങ്ങിയാൻ പറഞ്ഞിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ചിങ്ങിയാനെ മീറ്റ് ചെയ്ത് തിരിച്ചെത്തിയ ലില്ലിയും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. ലില്ലിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായി. കാരണം ചിങ്ങിയാന് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവനെ ഹെൽപ്പ് ചെയ്യാന്നല്ലേ പറഞ്ഞല്ലോ. അതിൻ്റെ സന്തോഷത്തിൽ പറയാണ് അവനക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വേണമെന്ന് പറയുമ്പോൾ 2 പേര് അങ്ങനെ നിന്ന് കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. രാത്രിയായിട്ടും സിയാറാം എന്തോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാൻഫൈ അവിടെ എന്തോ അവൾക്കൊരു ഫുഡും കൊണ്ടുവരുന്നുണ്ട്. യാൻഫൈ എന്ന് വെച്ചാൽ ഇവളെ നോക്കിയിട്ട് ഇന്ന് നടന്ന കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിയാറാം അതൊന്നും ശ്രദ്ധിക്കാതെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിയാറാമിനോട് നീ എന്ത് ഗൗരവകാരിയാണെന്ന് ചോദിക്കുമ്പോൾ അത് സിയാറാമിന് ഫീൽ ചെയ്തിട്ട് പറയാണ്, ശരിയല്ലേ ഞാൻ ഭയങ്കര ഗൗരവമാണല്ലേ, ജാങ്ലിനെ അവൾ എല്ലാവരോടും നല്ല കമ്പനി ആയിരുന്നു, അതുപോലെ ആവാൻ എനിക്ക് ഇഷ്ടമുണ്ട്, കൊളീഗ്സിനോടൊക്കെ അങ്ങനെയല്ല നിൽക്കണ്ടേ, അങ്ങനെയൊക്കെ വിഷമത്തോടുകൂടി പറയുമ്പോൾ യാൻഫൈ പറയാണ്, ജാങ്ലിയുടെ കൂട്ട് എല്ലാവരോടും നിനക്ക് ഫ്രണ്ട്ലി ആവണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി, മുഖത്തെ എല്ലാവരോടും എപ്പോഴും ചിരിച്ചു നിന്നാൽ മതി, നിന്നെ ചിരിക്കുമ്പോൾ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ, അതുകൊണ്ട് നീ ചിരിച്ചു നിന്നാൽ മതി എന്ന് പറഞ്ഞ് സിയാറാമിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ചിങ്ങിയാനും നിങ്ങും കൂടി എവിടെയായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങ് ചിങ്ങിയാനോട് എല്ലാം ഭയങ്കര സക്സസ്ഫുള്ളായ ബിസിനസ് ആണ്, ലില്ലിക്ക് അവൻ ഭയങ്കര മാച്ചാന്നൊക്കെ ഇങ്ങനെ ചിങ്ങിയാനെ കുത്തി പറയുന്നത് കേട്ടിട്ട് ചിങ്ങിയാൻ നീ എന്താ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചിങ്ങിയാനോട് നിങ്ങൾ പറയാണ്, എനിക്കറിയാം നിനക്ക് ലില്ലിനെ ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴായാലും അവൾ പ്രപ്പോസ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ചിങ്ങിയാൻ പറയാണ് അതൊന്നും ഇപ്പം നടക്കൊന്നുമില്ല, അവൾ ഭയങ്കര ഹാപ്പിയാണ്, അവൾ ഹാപ്പി ആയിരുന്നാൽ മതി, അല്ലെങ്കിൽ ചെറുപ്പം മുതലേയുള്ള എൻ്റെ ഇഷ്ടം എൻ്റെ മനസ്സിൽ തന്നെ നിന്നോട്ടെ, അവളോട് ഞാനിപ്പോൾ തുറന്ന് പറയുന്നൊന്നുമില്ല, അവളിപ്പോൾ ഹാപ്പി അല്ലേ, അങ്ങനെ തന്നെ ജീവിച്ചോട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ലെമൺ കമ്പനിയിലാണ് കാണിക്കുന്നത്, അവിടെ എന്തോ വർക്കേഴ്സ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. സിയാറാം കാര്യങ്ങളൊക്കെ വർക്കേഴ്സിനോട് പറഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ബിയും കൂടി തയ്യാറാക്കണം, പ്ലാനൊക്കെ എന്തോ ഒരു ചെറിയ ഡിഫോൾട്ട് വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതെന്തോ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ബിയും കൂടി വേണമെന്നൊക്കെ വർക്കേഴ്സിനോട് പറയുമ്പോൾ അവരെല്ലാവരും മൂഡ് പോയ പോലെ ഇനി അതും കൂടി ആയാൽ ഓവർലോഡ് ആവുമല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് സിയാറാം പറയാണ്, നമ്മുടെ കമ്പനിക്ക് വേണ്ടി നമ്മളല്ല വർക്ക് ചെയ്യേണ്ടത്, എല്ലാവരും നന്നായി വർക്ക് ചെയ്യുന്ന കാരണമാണ് നമ്മുടെ കമ്പനി ഇങ്ങനെ നിലനിന്ന് പോകുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഇനിയും അങ്ങനെ തന്നെ വർക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും അത്ഭുതത്തോടുകൂടി സിയാറാനെ നോക്കുന്നുണ്ട്. കാരണം ലില്ലി പോയ പിന്നെ ഇപ്പോൾ അബൌട്ട് 5 ദിവസമായിട്ട് സിയാറാം ആരോടും നന്നായി സംസാരിച്ചിട്ടേ ഇല്ല. അപ്പോൾ പെട്ടെന്ന് സിയാറാം അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ സിയാറാം ചിരിക്കാൻ ശ്രമിച്ചിട്ട് എല്ലാ വർക്കേഴ്സിനോടും ചിരിച്ച് കാട്ടിയിട്ട് പറയാണ്, ഇന്ന് കോഫി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കഴിക്കാം, എൻ്റെ വക ചിലവ് എന്ന് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് എല്ലാ വർക്കേഴ്സും കൈയടിക്കുന്നുണ്ട് സന്തോഷത്തിൽ. കൂട്ടത്തിലുള്ള ഒരു വർക്കർ പറയുന്നുണ്ട്, സിയാറാം നിങ്ങൾ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്ന ഭയങ്കര രസമാണ്, നിങ്ങൾ എപ്പോഴും ചിരിച്ച് നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സിയാറാം നന്നായിട്ട് ചിരിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഡിങ് ഡോങ്ങും സിയാറാമിനെ ഭയങ്കര അത്ഭുതത്തോടുകൂടി തന്നെയാണ് നോക്കിയിരിക്കുന്നത്. സാൻ അവിടെ ഒരു സോഫയിൽ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ ഒരു വർക്കർ വന്നിട്ട് സാന് കോഫി കൊടുക്കുന്നുണ്ട്. സിയാറാം വാങ്ങി തന്നതാണെന്ന് പറയുമ്പോൾ അവൻ ഭയങ്കര അത്ഭുതത്തോടുകൂടി സിയാറാം വാങ്ങിയാണോ, അവളുടെ സ്വഭാവം മാറിയോ എന്നൊക്കെ ചോദിച്ച് അത് കുടിക്കുമ്പോൾ അവനക്ക് എന്തോ ലില്ലിനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ലില്ലിനാണ്. ആരെ കോണിമ്പെല്ലാം അടിക്കുന്നത് കേട്ട് ലില്ലി ഡോറ് തുറന്നു കൊടുക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ സാനാണ് നിൽക്കുന്നത്. സാനെ കണ്ട വഴിക്ക് ഇവളെ നെട്ടാണ്. കാരണം ലില്ലിക്ക് അറിയില്ലല്ലോ ലില്ലിയും സിയാറാമും മാറിയ കാര്യം സാൻ അറിയാമെന്ന്. ലില്ലി അവിടെ നിന്ന് പരിങ്ങുന്നത് കണ്ടിട്ട് സാൻ നീ ഇന്ന് വർക്കിന് പോയില്ല എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലില്ലി ഞാൻ വർക്കിന് പോയിരുന്നു ഇപ്പോൾ വന്നതാ എന്നൊക്കെ പറയുന്നു. അപ്പോൾ സാൻ അവളുടെ പേര് വിളിച്ചിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നീ എന്നോട് ഒളിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നന്നായി വർത്താനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ഇൻവെസ്റ്റേഴ്സിനെ ചിങ്ങിയാൻ മീറ്റ് ചെയ്യുന്ന ആ ദിവസമാണ് കാണിക്കുന്നത്. ചിങ്ങിയാൻ കുറേ നേരമായിട്ട് അവിടെ ഇൻവെസ്റ്റേഴ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ആരും വന്നിരുന്നില്ല. അപ്പോഴാണ് ലില്ലി അങ്ങോട്ടേക്ക് വരുന്നത്. ലില്ലി ട്രാഫിക്കിൽ കുടുങ്ങി ലേറ്റ് ആയിട്ടായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ചിങ്ങിയാൻ ലില്ലിനോട് വിഷമിക്കൊന്നും വേണ്ട, നീ ലേറ്റ് ആണെങ്കിലും നീ എൻ്റെ അടുത്തേക്ക് ഫസ്റ്റ് എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആരും വരാത്തത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. ലേ അങ്ങോട്ടേക്ക് ഇപ്പോൾ വരില്ല, അവനക്ക് എന്തോ വർക്കുണ്ടെന്നും ലില്ലി പറയുന്നുണ്ട്. അങ്ങനെ ചിങ്ങിയാൻ ലേ പറഞ്ഞ ആ ഇൻവെസ്റ്റേഴ്സിനെ കുറേ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ ഫോൺ എടുക്കുന്നില്ല. അവർ ഫോണ് എന്തോ ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നൊക്കെ കാണിക്കുന്നു. അങ്ങനെ രാത്രി ടൈം വരെ ലില്ലിയും ചിങ്ങിയാനും ആ ഇൻവെസ്റ്റേഴ്സിനെ വെയിറ്റ് ചെയ്ത് ആ ഹോട്ടലിൽ തന്നെ നിന്നെങ്കിലും അവർ വന്നിരുന്നില്ല. അങ്ങനെ അവർ വിഷമിച്ച് തിരിച്ചു പോകുമ്പോഴാണ് കാറിൽ അവിടേക്ക് വരുന്നത്. ചിങ്ങിയാനോട്
അവൻക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കുറേ സോറിയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആക്ച്വലി ലേ തന്നെ കളിച്ച കളിയാണിത്. അപ്പം ലില്ലി ഭയങ്കര സങ്കടത്തോടുകൂടി ചിങ്യാനോട് സോറി പറയുമ്പോൾ ചിങ്യാൻ ലില്ലിയുടെ തോളിൽ പിടിച്ചിട്ട് സമാധാനിപ്പിക്കുമ്പോൾ ലേക്ക് കുശുമ്പായി അവൻ വലിച്ചോണ്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ടില്ലേ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്റെ യഥാർത്ഥ മുഖം ഞാൻ ലില്ലിയുടെ മുമ്പിൽ തെളിയിക്കെന്ന് പറഞ്ഞ് അവൻ ലില്ലിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ചിങ്യാൻ തിരിച്ച് അവൻ്റെ ഓഫീസിലെത്തുമ്പോൾ ബോസ് അവന് കുറേ ചീത്ത പറയുന്നുണ്ട്. കാരണം ഇൻവെസ്റ്റേഴ്സിനെ ഇപ്പോഴും അവൻ കണ്ടുപിടിച്ചിട്ടില്ലല്ലോ, അങ്ങനെ ചീത്ത പറഞ്ഞ് നിന്റെ ജോലി ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല, നീ റിസൈൻ ചെയ്ത് പൊക്കോന്ന് പറയുമ്പോൾ ചിങ്യാൻ പറയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ലെമൺ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും സീക്രട്സ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് എടുത്തന്നില്ല, എന്നിട്ട് എന്താ എന്നോട് പോകാൻ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ദേഷ്യപ്പെട്ടിട്ട് നിന്നെ ഏൽപ്പിച്ച വർക്ക് അതല്ല, ഇത് ചെയ്താലേ നിനക്ക് പ്രൊമോഷൻ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അപ്പോഴാണ് ചിങ്യാൻ ഒരു കോൾ വരുന്നത്. കോളിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആക്ച്വലി ചിങ്യാൻ കണ്ടുപിടിച്ച ആ 2 പേരില്ലേ അവർ തന്നെയാണ് ഇപ്പം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത്. ഒരു സൈവൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ സൈവനാണ് ഇനി പ്രൊമോഷൻ കിട്ടുള്ളൂ, ചിങ്യാന് പ്രൊമോഷൻ കിട്ടില്ല. കാരണം ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ചത് സൈവനായിരുന്നു. അപ്പോൾ ഇവനാകെ വിഷമിച്ച് എന്താ ശരിക്കും സംഭവിച്ചതെന്ന് ആലോചിച്ചിരിക്കുകയാണ്. കാരണം ചിങ്യാൻ കണ്ടുപിടിച്ച 2 ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ട് തന്നെയാണ് സൈവൻ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അതിലെന്തോ ഒരു കോയിൻസിഡൻസ് ഉണ്ട് ഞാൻ മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ലെമൺ കമ്പനി കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു വർക്കർ എന്തോ വലിയൊരു പേഴ്സണിൻ്റെ കാർഡ്ബോർഡ് ബോക്സ് പൊക്കി പിടിച്ച് വരുന്ന കണ്ടിട്ട് നിങ്ങൾ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ബോക്സിൽ വായിക്കുമ്പോൾ സൈവൻ ലേക്ക് എന്തോ ഗിഫ്റ്റ് അയച്ചേക്കുന്നതാണ് കാണുന്നത്. അതൊരു വൈൻ ബോട്ടിൽസ് ആയിരുന്നു. ഇപ്പോൾ ചിങ്യാന് പകരം ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിച്ച ആളില്ലേ അയാളാണ് സൈവൻ. അയാൾ ലേക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ചിരിക്കുന്നു. അത് കണ്ടിട്ട് നിങ്ങിന് എന്തോ ഒക്കെ മനസ്സിലാവുന്നുണ്ട്. ചിങ്യാനും നിങ്ങും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ലില്ലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ലില്ലി എന്തോ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് വേറെ ലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങും ചിങ്യാനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇൻവെസ്റ്റേഴ്സ് പോയതിനെ കുറിച്ചും എല്ലാതും ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഡോറിൻ്റെ അടുത്ത് ലില്ലിയുടെ നിഴല് നിങ് കാണുന്നത്. ലില്ലി അവിടേക്ക് പമ്മിയാണ് വരുന്നത്. കാരണം നിങ്ങിന് ചിങ്യാനോട് എന്തോ ഇഷ്ടമെന്നാണല്ലോ ലില്ലി വിചാരിച്ചേക്കണേ. അവരെന്തോ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ലില്ലി പതുക്കെ വരാൻ ശ്രമിക്കുന്നത്. അപ്പം ലില്ലിയുടെ നിഴൽ കണ്ട നിങ്ങ് ചിങ്യാനോട് പറയാണ് എന്നെ കുറേ നാളായിട്ട് അറിയാവുന്നതല്ലേ, ലേയും സൈവനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല, എനിക്കറിയാവുന്നതാ. പിന്നെന്തിനാ ഇന്ന് സൈവൻ ലേക്ക് വൈൻ ബോട്ടിൽസ് അയച്ചത്? അപ്പം അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കാര്യമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ചിങ്യാനും പറയുന്നുണ്ട് ചിങ്യാൻ നിഴൽ കണ്ടിട്ടല്ല കേട്ടോ, ലില്ലി അവിടെ വന്നിട്ടുണ്ടെന്ന് ചിങ്യാൻ അറിയില്ലായിരുന്നു. എന്നിട്ട് ചിങ്യാനും പറയുന്നുണ്ട് എനിക്ക് അവനൊരു വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ പേരൊക്കെ അവനക്ക് പറഞ്ഞും കൊടുത്തായിരുന്നു. കറക്റ്റ് ആരാണ്ട് ഇൻവെസ്റ്റേഴ്സ് തന്നെ ഇപ്പോൾ ഇൻവെസ്റ്റും ചെയ്തേക്കുന്നത് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ലില്ലി ആകെ വിഷമിച്ചിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. എൻ്റെ നിഴൽ അവിടെ നിന്ന് മാറുന്ന കണ്ടിട്ട് നിങ്ങ് അവിടെ നോക്കി പുച്ഛിച്ചൊന്ന് ചിരിക്കുന്നുണ്ട്. അവൾ വീട്ടിൽ ചെന്നിട്ട് ലേനോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ ലേനോട് എല്ലാം അവൾ ഓപ്പൺ ആയിട്ട് പറയാതെ സൈവൻ നിങ്ങൾക്ക് വൈൻ ബോട്ടിൽസ് അയച്ചേർന്നെന്ന് മാത്രമാണ് ചോദിക്കുന്നത്. അത് കേട്ടിട്ട് ലേ പറയാണ് സൈവൻ ഇപ്പോൾ പുതുതായി ബിസിനസ്സിലേക്ക് വന്ന ഒരാളാണ്, അവൻ എല്ലാ കമ്പനീസിലേക്കും വൈൻ അയക്കുന്നുണ്ട് എല്ലാവരോടും കമ്പനി കൂടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതുവരെ ലെമൺ കമ്പനിക്ക് അവൻ വൈൻസ് അയച്ചിട്ടില്ല എന്ന് പറയുന്നു. ലില്ലിക്ക് അത് ഫുള്ളായിട്ട് വിശ്വാസമില്ലെങ്കിലും ലേ പറഞ്ഞതല്ലേ എന്ന് വെച്ച് അവൾ വിശ്വസിച്ച പോലെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ലില്ലി എത്ര കിടന്നുറങ്ങാൻ ശ്രമിച്ചിട്ടും അവൾക്ക് പറ്റുന്നേയില്ല. ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളും അത് ചോദിച്ചപ്പോൾ ലേ പറഞ്ഞ കാര്യങ്ങളും തന്നെ അവളുടെ മനസ്സിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു കളിയുണ്ട്, കോയിൻസിഡൻസ് അല്ല എന്ന് മനസ്സിലാക്കി അവൾ അത് ചോദിക്കാൻ വേണ്ടി ലേൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ബിസിനസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന ആ റൂമിലേക്ക് പോകുമ്പോൾ അവിടെ ലേനെ കാണുന്നില്ല. അപ്പോൾ ലേനെ കുറേ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ വരാതായപ്പോൾ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ അവൻ്റെ ബിസിനസ് ഡീൽ ചെയ്യുന്ന ഒരു ബെഞ്ചിൽ ലേൻ്റെ ഫയൽ കാണാണ്. അതിലെന്ന് വെച്ചാൽ സൈവൻ്റെ എല്ലാ പേഴ്സണൽ ഡീറ്റെയിൽസും എഴുതിയിട്ടുള്ള ഫയലായിരുന്നു. അതെടുത്ത് നോക്കിയിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ലേ അവിടെ നിന്ന് വന്നിട്ട് നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. അത് കേട്ട് ലില്ലി ലേനോട് ദേഷ്യപ്പെട്ടിട്ട് നിനക്കപ്പോൾ എല്ലാം അറിയായിരുന്നില്ല, നീ എന്നോട് നുണ പറഞ്ഞതാന്ന് പറഞ്ഞ് ലില്ലി അവിടെ നിന്ന് ലേനോട് ദേഷ്യപ്പെട്ട് പോകുന്നു. അപ്പോൾ ലേ പറയുന്നുണ്ട് ചിങ്യാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്ന ആളല്ലേ ബിസിനസ്സിക്ക്, സൈവൻ കുറേ നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്തതെന്ന് പറയുമ്പോൾ ലില്ലി ദേഷ്യപ്പെട്ട് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ നിനക്ക് അത് ആദ്യമേ എന്നോട് പറയായിരുന്നു, വെറുതെ എന്തിനാ ചിങ്യാൻ ഇങ്ങനെ ചതിച്ചത്, എന്നോട് എന്തിനാ നീ നുണ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലേ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊന്നല്ല മെയിനായിട്ടുള്ള കാര്യം, ചിങ്യാൻ ചതിയനാണ്, അവൻ എന്തോ ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നിന്നെ അവൻ ചതിക്കുകയാണ്, അതെന്തായാലും ഞാൻ തെളിയിക്കും, പക്ഷെ ഇപ്പം എനിക്കത് നിന്നോട് പറയാൻ പറ്റില്ല, പറഞ്ഞാൽ അത് തെളിയിക്കാനുള്ള തെളിവൊന്നും എൻ്റെ കയ്യിലില്ല. ലേ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ലില്ലിയാണെങ്കിൽ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകാൻ നോക്കുമ്പോൾ ലേ അവളെ പിടിച്ചു നിർത്തിയിട്ട് നീ പോവരുത്,
നീ പോകരുതെന്ന് പറഞ്ഞ് ലില്ലിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ ലില്ലി അവനൊരു തരി പോലും കെട്ടിപ്പിടിക്കുന്നില്ല. അവൾ കൈ രണ്ടും വെറുതെ ഇട്ടേക്കാണ്. അങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ലില്ലി പോവാതെ ബെഡിൽ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ലേ വന്ന് ശരിക്കും എന്താ കഥ എന്ന് പറയുന്നത്. ലേൻ്റെ കയ്യിലുള്ള ആ മുടിയുണ്ടില്ല അവൻ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് അവൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നേ. അത് ഊരിയിട്ട് ലില്ലിക്ക് കാട്ടിക്കൊടുത്തിട്ട് ഇത് നിനക്ക് ഓർമ്മയുണ്ടോ, ഇത് നിൻ്റെത് തന്നെയാ, നീ ഈ ചെറുപ്പത്തിൽ യൂസ് ചെയ്തായിരുന്ന മുടിയുണ്ടാ, നീ അത് മറന്നു, പക്ഷെ ഞാൻ ഇതുവരെ അത് മറന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ കുട്ടിയിലെ അതായത് ലേക്ക് ചെറുതായിരുന്നപ്പോൾ ലേ എന്തോ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലില്ലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ലില്ല എന്ന് വെച്ചാൽ ആരോടും മിണ്ടാത്ത പ്രകൃതമായിരുന്നു. ലില്ലി എല്ലാവരോടും നന്നായി മിണ്ടുന്ന കുട്ടിയായിരുന്നു. ലില്ലി അങ്ങനെ വന്ന് അവൾ ലേനോട് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് മിണ്ടാതെ ബുക്ക് തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ട് ലില്ലി അവൻ്റെ ബുക്ക് തട്ടിപ്പറിക്കുമ്പോൾ ബുക്ക് കീറി പോകുന്നുണ്ട്. ആ ദേഷ്യത്തിൽ ലില്ലിയുടെ മുടിയിൽ നിന്ന് ഊരിയെടുക്കുന്നു. ആ മുടിയുണ്ടാണ് ഇപ്പോഴല്ല എൻ്റെ കയ്യിലുള്ളത്. എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വന്നിട്ട് അവൻ്റെ ബുക്ക് കീറിയതിന് പകരമായിട്ട് വേറൊരു ബുക്ക് കൊടുക്കുന്നുണ്ട്. അവളല്ലേ അവളെ മൈൻഡ് ചെയ്യാതെ എണീറ്റ് പോകുമ്പോൾ എൻ്റെ വായിലേക്ക് ഒരു മിഠായി വെച്ച് കൊടുത്തിട്ട് ഞാൻ നിനക്ക് മിഠായി തന്നില്ല, ഇനി മുതൽ നമ്മൾ ഫ്രണ്ട്സാന്ന് പറയുമ്പോൾ അതിനെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ലില്ലി ശരിക്കും നല്ല കമ്പനി ഉണ്ടായിരുന്നത് ചിങ്ങാനോടല്ലേ. അത് നോക്കി എപ്പോഴും സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു. ചിങ്ങാൻ പോയാൽ മാത്രമേ ലേക്ക് ലില്ലിനെ കിട്ടുമെന്ന് അവൻ വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് ചിങ്ങാനെ ആരോ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആ ഒരു സന്തോഷത്തിലെല്ലാം ഇരിക്കുമ്പോഴാണ് ലില്ലിക്ക് പനി വന്ന് പിന്നെ ലില്ലി അവിടെ നിന്ന് പോയത്. ചിങ്ങാനെ കാണാത്ത സങ്കടത്തിൽ കരഞ്ഞ് കുറേ പനിയൊക്കെ വന്ന് 2 വർഷം സ്കൂളിൽ പോയില്ല എന്നൊക്കെ പറയുന്നില്ലേ. കുറേ നാൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെങ്കിലും ലില്ലി വന്നേ ഇല്ല. പിന്നെയാണ് ഫാമിലി വന്നിട്ട് ലേനെ അഡോപ്റ്റ് ചെയ്തത്. പെട്ടെന്നൊരു ദിവസം കമ്പനിക്ക് പ്രൊഡ്യൂസറായി ബൈസിയറാം ജോയിൻ ചെയ്തത്. ബൈസിയറാനെ കണ്ടപ്പോൾ തന്നെ ലേക്ക് എന്തോ ഡൗട്ട് തോന്നിയിട്ട് അവൻ ബൈസിയറാമിനെ കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ജാങ് ലില്ലി എന്ന് പറഞ്ഞ ട്വിൻ സിസ്റ്റർ അവൾക്കുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ ലില്ലിനെ കുറിച്ച് അന്വേഷിച്ച് ലില്ലി കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഒരു ഹോസ്റ്റലിൽ നിന്നിരുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ റൂം എടുത്ത് ലില്ലിനെ കാണാൻ വേണ്ടി അവിടെ നിന്നിരുന്നു. ലില്ലി ചെയ്യുന്നതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിന്നിരുന്നു. ലെമൺ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു ഇത്. ലേക്ക് ഭയങ്കര ബിസി ആയിരുന്നെങ്കിലും അവനൊരു ടൈമിൽ ലില്ലിനെ കാണാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ലില്ലിനെ പെട്ടെന്ന് വന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നില്ല. ലില്ലി അവിടെ നിന്ന് പോയിരുന്നു. ബൈസിയറാമിനോട് ലില്ലിനെ പറ്റി കുറേ അന്വേഷിച്ചെങ്കിലും ബൈസിയറാം ലേനോട് ഒന്നും തുറന്ന് പറഞ്ഞിരുന്നില്ല. ദിവസം ബൈസിയറാമിന് ആക്സിഡൻ്റ് ആയപ്പോൾ സിയറാമിന് പകരം ലില്ലി അങ്ങോട്ടേക്ക് വരുന്നത്. ഇവളുടെ പെരുമാറ്റവും നടത്തവും എല്ലാം കണ്ട് ലേക്ക് അപ്പം തന്നെ അത് ലില്ലിയാണെന്ന് മനസ്സിലായി. ഇനി ഒരിക്കലും ലില്ലിനെ വിട്ടുകൊടുക്കാണ്ടിരിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി ചിങ്ങിയാനല്ല വേറെ ആർക്കും ഞാൻ നിന്നെ വിട്ടുകൊടുക്കൂല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങനെ ഇരിക്കുകയാണ്. ഈ കഥയൊക്കെ കേട്ടിട്ട് ലയും കരയുന്നുണ്ട്, ലില്ലിയും കരയുന്നുണ്ട്. ലില്ലി ആ മുരിയുണ്ട വാങ്ങിയിട്ട് എന്നോട് പറയാണ്, അല്ലെങ്കിലും ഞാൻ വിചാരിച്ചു നിനക്ക് എങ്ങനെ എൻ്റെ പേര് ഫസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ തന്നെ നിനക്ക് എങ്ങനെ എൻ്റെ പേര് അറിയുന്നതെന്ന്, ഇതായിരുന്നല്ലേ അതിന് കാരണം എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ലയം പറയാണ്, നിനക്കെന്നെ തീരെ ഓർമ്മയുണ്ടാവില്ല എനിക്കറിയാം, പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. ഈ മുടിയുണ്ടായാലും എന്തായാലും ഒരു കാര്യം ഞാൻ നിന്നെ മറന്നിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വെച്ചിട്ട് 22ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന 23ാമത്തെ എപ്പിസോഡാണ്. ഇനി ശരിക്കും 23, 24 2 എപ്പിസോഡും കൂടിയാണ് ഉള്ളത്. ഇനി കുറേ ട്വിസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.